ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ റസൂലും സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഫക്കീറായ മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. അങ്ങനെ അയാള് മുത്തുനബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാ, ഉണ്ണി മജ്ഹൂദ്, ഞാൻ വല്ലാതെ ക്ഷീണിതനാണ്, ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി, എന്തെങ്കിലുമൊക്കെ എനിക്ക് തരണം. അങ്ങനെ മുത്തുനബി തങ്ങൾ തന്റെ പത്നിമാരുടെ വീടുകളിലൊക്കെ അന്വേഷിച്ചു. പക്ഷേ അവരുടെയൊക്കെ അടുക്കളകളിൽ കുടിക്കാൻ വെള്ളം പോലും ഇല്ല എന്നുള്ള ഒരവസ്ഥയായിരുന്നു അന്ന്. അങ്ങനെ കൂട്ടത്തിൽ ഒരു അൻസ്വാരിയായ സ്വഹാബി എണീറ്റെന്നുകൊണ്ട് പറഞ്ഞു, റസൂൽ, ഞാൻ കൊണ്ടുപോയിക്കോളാം അവരെ. അങ്ങനെ ഈ സ്വഹാബി ഭാര്യയുടെ അടുക്കൽ ചെന്ന്, വീട്ടിൽ പോയി ഭാര്യയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ എന്താണ് കഴിക്കാനുള്ളത്? ഭാര്യ പറഞ്ഞു, മക്കൾക്കായി മാറ്റിവെച്ച കുറച്ച് റൊട്ടി കഷ്ണമുണ്ട്, വേറെ ഒന്നുമില്ല. അങ്ങനെ ആ സ്വഹാബി ഭാര്യയോട് പറയാണ്, എന്നാ നീ ഒരു കാര്യം ചെയ്യും, മക്കളെ എന്തേലുമൊക്കെ ഒന്ന് പറഞ്ഞ് ഉറക്കിക്കെടുത്ത്, എന്നിട്ട് ആ അതിഥികൾ വരുന്ന സമയത്ത് നമുക്ക് ആ വിളക്ക് കെടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ എന്നെ കാണിക്കാം. അത് കണ്ടിട്ട് അവർ സന്തോഷിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഈ ഭക്ഷണം അവർക്ക് കൊടുക്കാം. അങ്ങനെ അവരങ്ങനെ ചെയ്യാണ്. പിറ്റേന്ന് ഈ സ്വഹാബി മുത്ത് റസൂലിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ മുത്തുനബി തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രവൃത്തി കണ്ട് അള്ളാഹു പോലും അത്ഭുതപ്പെട്ടു പോയല്ലോ. ഇന്നും താല്പര്യങ്ങൾക്ക് മാത്രം വില കൊടുക്കുന്ന സ്വാർത്ഥതയുടെ പ്രതിരൂപമായി മാറിയ ഇന്നത്തെ സമൂഹത്തിന് മുന്നിൽ തങ്ങളുടെ വിഷമത്തേക്കാൾ, തങ്ങളുടെ പ്രയാസത്തേക്കാൾ, തങ്ങളുടെ കൂടെയുള്ളവരുടെ പ്രയാസത്തിന് വില കൽപ്പിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ ചരിത്രം മുത്തുനബിയുടെയും അവിടുത്തെ അനുചരന്മാരുടെയും ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.